ജീവിതത്തിലും കൃത്യനിഷ്ഠ പാലിക്കുന്ന ഒരാളാണ് നടൻ സുരേഷ് ഗോപി. കാരണം അദ്ദേഹത്തിന് കാലത്തിന്റെ ടൈമിന്റെ വില നന്നായി മനസ്സിലാക്കുന്നു. പുത്തൻ പടത്തിൽ കാണാം സുരേഷ് ഗോപി. ടൈം ഒരു സന്ദേശ സിനിമയാണ്. യഥാർത്ഥത്തിൽ സിനിമ കണ്ടിറങ്ങുന്ന പ്രേക്ഷകന്റെ മനസ്സിൽ സിനിമ എന്തെങ്കിലും അവശേഷിപ്പിക്കണമോ? ആ സിനിമയാണ് വിജയമാവുന്നത്. സിനിമ ചിന്തിപ്പിക്കണം. കാണുന്ന പ്രേക്ഷകനെന്നല്ല, പ്രേക്ഷകൻ ജീവിക്കുന്ന ലോകത്തിന് ആ സിനിമയിൽ പ്രതിപാദിക്കുന്ന പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എലമെന്റുമായിട്ട് ബന്ധമുണ്ടാവണം ലോകത്തിന്, ലോകത്തിന്റെ എല്ലാ സ്വഭാവങ്ങൾക്കും. അതിലൊരു സ്വഭാവം കാലം എന്ന നിലയ്ക്ക് ടൈം. അതാണ് ടൈം എന്ന ചിത്രത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ചിത്രത്തിലെ കഥാപാത്രം വളരെ കൃത്യമായി കൃത്യനിഷ്ഠത പാലിക്കുന്ന ഒരു കഥാപാത്രം. ഈ ക്ലോക്കിലെ സമയം ജീവിതത്തിൽ അതുപോലെ പകർത്തുന്നില്ല, ആ കൃത്യത അതുപോലെ പാലിക്കുന്ന ഒരു കഥാപാത്രം ജീവിതത്തിൽ എങ്ങനെയാണ്? ജീവിതത്തിൽ അങ്ങനെ ആവാൻ ആണ് ആഗ്രഹം. അങ്ങനെയാണ് എന്നെ ട്രെയിൻ ചെയ്തത്. അതില് എന്റെ സ്കൂള് ഷാർപ്പാണ്. ഇപ്പോ നമ്മുടെ വാച്ചിലെ അല്ലെങ്കിൽ വീട്ടിലെ ക്ലോക്കിലെ ടൈം സെറ്റ് ചെയ്യാൻ വളരെ ഒതന്റിസിറ്റി ഉള്ള ഒരു മണിമുഴക്കം എന്റെ സ്കൂളിൽ നിന്നാണ് വരുന്നത്. ആ ഒരു സ്വഭാവം കുട്ടികളിലേക്കെല്ലാം മനഃപൂർവ്വമായിട്ട് പമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സ്വഭാവം എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ പ്രവർത്തിക്കുന്ന രംഗം ചെന്ന് പെടുന്ന ഇപ്പൊ പ്രോഗ്രാമുകൾ പോലും ഞാൻ സാധാരണഗതിയിൽ 5 മിനിറ്റ് നേരത്തെ എത്തി വെയിറ്റ് ചെയ്യുന്ന അവസ്ഥയുണ്ട്. അപ്പോഴും പോകുന്നതിനും എനിക്കും അതേ, ആ പരിപാടി സ്ഥലത്തുനിന്ന് പോകുന്നതിനും എനിക്ക് അതേ നിഷ്ഠ പാലിച്ചേ പറ്റൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇനി ആർക്കു വേണ്ടിയായാലും കാത്തു നിൽക്കാൻ പറ്റില്ല എന്ന് പറയുന്ന വളരെ പ്രക്ഷുബ്ധമായ ഒരു മനസ്സുണ്ട്. സമയത്തിന് വിലയിടാൻ പറ്റത്തില്ല. സമയത്തിന്റെ സംഭാവനകളാണ് ജീവിതത്തിലെ നമ്മുടെ യാത്രയുടെ വീലുകൾ എന്ന് പറയുന്നത്. ഗുഡ് മോർണിംഗ് അപ്പൻ. മോർണിംഗ്. നല്ല ഐശ്വര്യമുണ്ട് തനിക്ക്. നമ്പ്യാരുടെ കേസ് അന്വേഷിച്ചു തുടങ്ങിയില്ല. അതിനു മുമ്പ് അടുത്തത് സുലൈമാൻ സാഹിബ്. ഇന്ന് വൈകിട്ട് മറ്റ് പ്രോഗ്രാംസ് ഒന്നും ചാർട്ട് ചെയ്തേക്കരുത്. വി ഹാവ് എ മീറ്റിംഗ് വിത്ത് ഡി ജി. ഞാനിന്ന് വൈകിട്ട് ഭാര്യയുടെ കൂടെ പള്ളി പോകാൻ നേരിട്ടിരിക്കുക. അതൊന്നും മാറ്റി വെക്കാൻ പറ്റില്ല. മാറ്റി വെച്ചേ പറ്റൂ. പള്ളിയും പള്ളിക്കൂടം ഒക്കെ പിന്നെ ഡ്യൂട്ടി ഫസ്റ്റ്. ദൈവത്തിനുള്ളത് ദൈവത്തിന്, സീസർക്കുള്ളത് സീസർക്ക്. അതാണ് പണ്ട് തൊട്ടേ മേക്കാരുടെ ലൈൻ. എന്റെ ലൈൻ അങ്ങനെയല്ല. ദൈവത്തിനുള്ളതും കൂടി സീസർക്ക്. ടൈം ഇസ് ഗോഡ് ആൻഡ് വർക്ക് ഇസ് വേർഷൻ. കാലമാണ് ദൈവം, അധ്വാനം ആരാധന. സോ ബി ദെയർ ഓൺ ടൈം. ഈ ടൈമിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയാൻ പറ്റുക ആദർശ സന്നിഭമായിട്ടുള്ള ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലേ? ഇത് എത്രത്തോളം സിനിമയെ സഹായിച്ചിട്ടുണ്ട്? സിനിമയെ സഹായിക്കുന്നതിലുപരി എന്നിലൊരു പെർഫോമറെ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ്യം ഇതുവരെ ഞാൻ സിനിമ ജീവിതത്തിൽ ചെന്നെത്താത്ത അല്ലെങ്കിൽ എന്റെ വഴിയെ വന്നിട്ടില്ലാത്ത പല വാക്കുകളും അപ്പൊ തന്നെ സംഭാഷണ രീതി മാറി. അപ്പൊ ഈ മാറ്റം എഴുത്തിലുണ്ടായത് കൊണ്ടാണ് ഒരുപക്ഷെ ടൈം കാണുമ്പോൾ വളരെ വ്യത്യസ്തമായ ഒരു അഭിനയം, സംഭാഷണം അവതരിപ്പിക്കുന്ന രീതി എന്നൊക്കെ പറയുന്നതിനെ സഹായിച്ചത് സത്യത്തിൽ ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് എന്റെ മികവോ തികവോ ഒന്നുമല്ല, എഴുത്തിൽ വന്ന മാറ്റം. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ് അപ്പൻ അല്ലേ? സോറി സർ, ഡോക്ടർ അപ്പൻ മേനൻ IPS. ദാറ്റ്സ് മൈ നെയിം. ഈ IPS എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പെർഫോമിംഗ് സർവീസ് എന്നാണ്. പെർഫോമും ചെയ്യണം വേണ്ടേ? ഓ വേണം. സഞ്ചരിക്കാൻ സർക്കാർ വണ്ടി അലോട്ട് ചെയ്യുമ്പോ പിന്നെന്തിനാ സ്വന്തം പജീറോ? എന്താ ഷോയാ? ഷോ അല്ല, ക്യാഷ് ഉള്ള വീട്ടിലാണേ. അതുകൊണ്ട് സർക്കാർ വണ്ടി സ്വീകരിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, കൈയിട്ട് വാരലും ഇല്ല. ഓഹോ, ഈ കളർഫുൾ ഡ്രസ്സിംഗ് ഒക്കെ മാറ്റണം. ഒരുമാതിരി കോളേജ് പിള്ളേരെ പോലെ. ഇതൊന്നും പോലീസുകാർക്ക് ചേരില്ല. ആളുകൾക്കൊരു പേടി തോന്നില്ല ഇങ്ങനെ കണ്ടാൽ. ജനങ്ങളെ പേടിക്കുന്നവരാവണം പോലീസ് എന്ന് ഏത് ട്രെയിനിങ് ക്യാമ്പിലാണ് സാർ പഠിച്ചത്? സുഹൃത്തായിരിക്കണം പോലീസ് ജനങ്ങൾക്കും സമൂഹത്തിനും. വാക്കിലും നോക്കിലും പെരുമാറ്റത്തിലും മാത്രമല്ല, ഡ്രസ്സിലും വേണം ചേഞ്ച്. ഫീൽ ചെയ്യണം ജനത്തിന് നമ്മളെ അവരിലൊരാളായി. ടൈം എടുത്തു നോക്കുകയാണെങ്കിൽ നായകനും അതുപോലെ തന്നെ സംവിധായകനും തിരക്കഥാകൃത്തും ഒരുപോലെ സംസാരിക്കുന്നു, ഇല്ലേ? ഇത് ഈ സിനിമയെ എത്രത്തോളം സഹായിച്ചിട്ടുണ്ട്? അതാണ് ചിത്രത്തിന്റെ വിജയം.
ഇപ്പോൾ ഈ ചിത്രത്തിന് ഒരുപക്ഷെ ഷാജി കലാസിന്റെയും സുരേഷ് ഗോപിയുടെയും ഒരു ചിത്രം എന്ന നിലയ്ക്ക് സ്വീകരിക്കാൻ വേണ്ടി ചെന്നാൽ സ്വീകരിക്കാതെ തിരിച്ചു പോരേണ്ടി വരും. ഇതൊരു സിനിമയാണ്. ചിലപ്പോഴൊക്കെ സുരേഷ് ഗോപി ചിത്രങ്ങൾ യുവമനസ്സുകളെ വഴിതെറ്റിക്കുന്നു എന്നുള്ളൊരു ആരോപണം വരാം. അതൊക്കെ വെറും ആരോപണങ്ങൾ. ഇത് യുവമനസ്സ് അങ്ങനെ വഴി തെറ്റുന്നുണ്ടെങ്കിൽ, ആ പാതയിൽ തെറ്റുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്. അതിനാണ് നമ്മൾ ട്രെയിൻ ചെയ്യേണ്ടത്. പക്ഷെ ആരെ, എന്തിനങ്ങനെ ചെയ്തു എന്നതിന് വളരെ വിവേകപൂർണമായ ഒരു തീരുമാനം ആ കഥാപാത്രങ്ങൾക്കുണ്ട്. ആ വിവേകം കൂടി പകർന്നെടുക്കണം. ഒരാളെ തെറി പറയുകയാണെങ്കിൽ കൂടി അത് ആരെ പറഞ്ഞു, എന്തിന് പറഞ്ഞു, ആ വിവേകമാണ്. ചിത്രത്തിലെ രണ്ടാം പകുതിയിലെ കാൽപ്പനിക പ്രണയം അല്ലേ, ഇത് തീർത്തും ചിത്രത്തിന്റെ സജീവത നിലനിർത്താൻ വേണ്ടിയിട്ടുള്ളത് തന്നെയായിരുന്നു. പ്രണയം ഊർജമാണ്. നമ്മുടെ ഓരോ ദിവസവും പ്രണയത്തിന്റെ ഒരു തട്ടിൽ കയറി നിന്നാൽ കാണുന്ന കാറിന് പ്രണയിക്കുക, സ്വന്തം കാറിനോട് പ്രണയം തോന്നണം. അപ്പോൾ തന്നെ റോഡിലെ ഡ്രൈവിങ്ങിന് മര്യാദ വരും അല്ലേ. മറ്റ് സഹജീവികളോട് പ്രണയം സ്നേഹമല്ല. സ്നേഹത്തിന് ഒരുപാട് ദുർവ്യാഖ്യാനങ്ങളും വന്നു, അതിനകത്ത് ഒരുപാട് മുതലെടുപ്പ് വരുന്നുണ്ട്. പ്രണയം തന്നെ തോന്നണം. പ്രണയമാണെന്ന് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഉറപ്പുള്ള, വിശ്വാസ്യതയുള്ള ഒരു പ്രക്രിയ. ടൈമിൽ പ്രണയത്തിന് ഒരുപാട് പങ്ക് അല്ലെങ്കിൽ സംഭാവന ആ ചിത്രത്തിന് നൽകുവാൻ സാധിച്ചിട്ടുണ്ട്.